ഞാൻ മോളുടെ അടുത്തേക്ക് പോവാ. ഇപ്പൊ പോകണ്ട മാം. പോണം. എനിക്കെന്റെ മോളുടെ അടുത്തിരിക്കണം. മാം പറയുന്നൊന്ന് കേക്ക്. ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് മാം ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. നമ്മുടെ സ്റ്റാഫ് അവിടെയുണ്ട്. ഞാനിപ്പോ 1 മിനിറ്റ് മുമ്പ് അവരെ വിളിച്ചതേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം അവര് നന്നായി നോക്കുന്നുണ്ട്. മാം ഇന്ന് വരില്ലെന്ന് ഗാഥാ മാഡത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മാം ഇവിടെ വിശ്രമിക്ക്. മനസ്സ് വല്ലാതെ ഉടഞ്ഞിരിക്കുക, അതാ പറഞ്ഞ്. ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടെ വിളിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം. ശരി മാം. ഉറങ്ങാത്തെ? അയ്യോ, എന്തിനാ നമുക്ക് അറിയുന്നേ? ഒന്നുമില്ല. പെട്ടെന്ന് നീ എവിടെയോ ദൂരെ. ബാക്കി ഞാൻ പറയാം. ഏതോ കുറച്ച് ആളുകൾ വന്നു, അമ്മയുടെ അടുത്തുനിന്ന് എന്നെ അവര് പിടിച്ചോണ്ട് പോകുന്നു. അമ്മ നിലവിളിക്കുന്നു, ഞാനും നിലവിളിക്കുന്നു. ഇതല്ലേ തങ്കം കണ്ടത്? ഇത് എത്ര കാലായി അമ്മയെ കാണാൻ തുടങ്ങിയിട്ട്? അമ്മയ്ക്ക് ബോറൊന്നും അടിക്കുന്നില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതാരാ എന്നെ പിടിച്ചോണ്ട് പോവാൻ വരുന്നേ? അതെ, അമ്മ ഇനി സ്വപ്നം കാണുമ്പോ ഒരു കാര്യം ചെയ്യണം. ഈ വരുന്നവരുടെ മുഖമൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞാ മതി. നമുക്ക് നേരെ അവരുടെ മുന്നിലേക്ക് ചെല്ലാലോ. എന്നിട്ട് ചോദിക്കാം, താൻ എന്തിനാണോ എന്നെ പിടിച്ചോണ്ട് പോവാൻ വരുന്നേ? തനിക്കേ എന്നെ കൊണ്ട് എന്താ ആവശ്യം? ഞാൻ ചോദിക്കാന്നേ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? മനുഷ്യ പേടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു തമാശ. ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കുന്നതിനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, വേണമെങ്കിൽ ഒരു പൂജാരിയെ പോയി കാണാം. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ശ്രീമതി തങ്ക ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. പിന്നെ എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, നീ കിടന്നങ്ങ് ഉറങ്ങിയാ മതി. എന്നിട്ട് അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കരയാനല്ലേ? ഇല്ല, ഞാനും കിടന്നോളാം. എന്നും കൂടി കിടന്നേ. കിടക്ക് കിടക്ക്. ഇങ്ങനെ പിടിച്ചോണ്ട് കിടന്നാല് പിന്നെ ആരും വന്നെന്നെ കൊണ്ടുപോവില്ല. എന്റെ കൊച്ചു കരയണ്ട കേട്ടോ. കരയാതെ കിടന്നുറങ്ങിക്കോണം. ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നത് ഞാൻ കണ്ടാലുണ്ടല്ലോ. പഴയ കാരണവന്മാരുടെ കുടുംബങ്ങളിൽ മുഴുവനും അന്വേഷിച്ചു. അന്നത്തെ കാലത്ത് കളരിക്കൽ ആശ്രിതരായിരുന്ന കുടുംബങ്ങളോടും ചോദിച്ചു. പക്ഷെ ശാപം തന്ന ബ്രാഹ്മണ കുടുംബം എങ്ങോട്ട് നീങ്ങിയെന്ന് ഒരു പിടുത്തവുമില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇപ്പോഴും പ്രതിവിധിക്ക് തടസ്സം തന്നെയല്ലേ? അമ്മേ, പണ്ടത്തെ കാലത്തൊരു കുടുംബം നാട്ടിൽ നിന്ന് പലായനം ചെയ്യാന്നൊക്കെ പറയുന്നത് ചെറിയ ദൂരത്തേക്കല്ല. ഒരുപക്ഷെ
മറ്റൊരു നാട്ടുരാജ്യത്തേക്ക് തന്നെയാവാം. അങ്ങനെ ഒരു നാട്ടുരാജ്യത്ത് അന്ന് എത്തിച്ചേർന്നോ, അതോ അവിടെ അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഉണ്ടായോ, അവിടെ തന്നെ തുടർന്നോ, അതോ അവിടുന്ന് പോയോ, ആകെപ്പാടൊരു ദുരൂഹതയാണ്. പിന്നെ പ്രതീക്ഷ ഗുരുജി പറഞ്ഞ കാര്യത്തിലാ. തേടി നടക്കുന്നത് നമ്മുടെ മുമ്പിൽ എത്തുന്നല്ലേ. അല്ല, ഞാൻ കുറച്ചു ദിവസമായിട്ട് നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തായി തേടി നടക്കുന്നേ? ഏതു നേരവും രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുക. എപ്പോ നോക്കിയാലും രണ്ടുപേരുടെ മുഖം കനത്തിരിക്കുന്നു. നന്ദേട്ടാ, നമ്മുടെ തറവാട്ടിലോ പാരമ്പര്യമായി കൈവശം വെച്ചിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തോ എന്തെങ്കിലും നിധിയോ മറ്റോ കിടക്കുന്നുണ്ടോ? അല്ല, അത് കുഴിച്ചെടുക്കാനാണോ രണ്ടുപേരും കൂടി പ്ലാനിംഗ് ഒക്കെ നടത്തുന്നേ? ഉണ്ട്. സ്ഥലം പറഞ്ഞു തന്നാ നീ ഒന്ന് കുഴിച്ചു നോക്കുന്നോ? അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, രണ്ടുപേര് സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുക എന്നുള്ളത് എന്തൊരു ഹീനമായ പ്രവൃത്തിയാണെന്നറിയോ നിനക്ക്? അയ്യോ, ഞാൻ ഒളിഞ്ഞു വെക്കാൻ വന്നൊന്നും അല്ല. ഇതുവഴി പോയപ്പോ സംസാരം കേട്ടു, നോക്കി, അത്രേ ഉള്ളൂ. നിർമ്മലയുടെ നോട്ടം എല്ലായിടത്തും പതിയുന്നുണ്ട്. ഉം? അതുകൊണ്ടാണ് മറ്റാരും കാണാത്ത കാഴ്ചകള് നിനക്ക് കാണേണ്ടി വരുന്നത്. എന്തായാലും അന്വേഷിച്ച് നടന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ സർപ്പങ്ങളുടെ മുമ്പിൽ ചെന്ന് ചാടണ്ട. ഇങ്ങനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്തിരിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും. ശാപം പിന്നെ സഹിക്കാം, ഇവളെ സഹിക്കാനാ പാട്. സിനി, മാം, എന്ത് പറ്റി മാം? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നോ? എന്താ മാം? കുറെ ദിവസങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചു. ഗാഥമോളെ രക്ഷിക്കാൻ വേണ്ടി നവീനെ കീർത്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയില്ലേ? പക്ഷേ എന്റെ ആ ശ്രമം ഗാഥമോള് തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് വേറൊന്നാ. നവീൻ വിവാഹം കഴിക്കുന്നത് ഗാഥയുടെ അതേ രൂപമുള്ള കൃഷ്ണയാണെങ്കിലോ? മാം എന്താ ഈ പറയുന്നേ? കൃഷ്ണയുടെ ജന്മവും ഗാഥയുടെ രൂപവും ശ്രീനിവാസും ശാന്തിയും എന്നോട് ചെയ്ത ചതിയുടെ കൂലിയ. ഒരുപക്ഷെ അതിന് പകരം വീട്ടാനായിട്ട് എനിക്ക് കിട്ടിയ അവസരമായിരിക്കും ഇത്. ഗാഥയ്ക്ക് പകരം കൃഷ്ണയാണ് നവീന്റെ വധുവാകുന്നതെങ്കിൽ സർപ്പശാപം അനുഭവിക്കേണ്ടത് അവളല്ലേ? മാമിന്റെ ആലോചനയില് ഇത് വന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഇതിനേക്കാൾ എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങൾ മാം പരിഹരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നടക്കണമെങ്കിൽ ഗാഥ മാഡം കൃഷ്ണയെ സമ്മതിക്കണ്ടേ? ഗാഥയോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. തനിക്ക് പകരം ഒരാളെ ശാപം ഏറ്റെടുക്കുന്നതിനോട് ഇപ്പൊ തന്നെ അവൾക്ക് സമ്മതമാണല്ലോ. നവീനെ ആദ്യം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, അതിനുശേഷം ശാപം ഒഴിഞ്ഞ ഗാഥയുടെ നവീന്റെ വിവാഹം നടത്താന്ന് പറഞ്ഞ അവൾ ഓക്കെ ആവും. പിന്നെ ശാന്തിയുടെ മകൾ കൃഷ്ണ, അവളെ എങ്ങനെ വശത്താക്കണമെന്ന് എനിക്കറിയാം. അതിനൊരു വഴിയുണ്ടാവും. സിനി പോയി കിടന്നോളൂ. മാം, വലിയൊരു പ്രശ്നത്തിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു സിനി. ഇനി എനിക്കൊന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ശരി മാം, ഗുഡ് നൈറ്റ്.
കുട്ടിയില്ലേ കൃഷ്ണ, നിങ്ങളുടെ കൂടെ നിന്നിരുന്ന അവളുടെ അച്ഛനാരാ? അയാള് ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയില്ല മാഡം. അവര് അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ആ കുട്ടി ഒന്നും പറയാറില്ലേ? ഇല്ല മാഡം. അവളെപ്പോഴും പറയാറുള്ളത് അവളുടെ അമ്മയുടെ അസുഖത്തിന്റെ കാര്യ. അവരുടെ ഓപ്പറേഷനുള്ള പണം അന്വേഷിച്ച ആ പാവം നടക്കുന്നത്. അവരെ ആരും സഹായിക്കാൻ പോലുമില്ല. സിനി, മാം, ആ ജോലിക്കാരിയോട് ഒന്നിങ്ങോട്ട് വരാൻ പറയും. സുനന്ദ, ആ കുട്ടിയുടെ പേരെന്താ? കൃഷ്ണ. എന്റെ മകളുടെ രൂപസാദൃശ്യമുള്ള കുട്ടിയാ. അവളെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടിയുടെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാം. സത്യമാണോ മാഡം? അതെ, ആ കുട്ടിയെ വിവരം അറിയിക്കും. ഇന്ന് തന്നെ എന്നെ വന്ന് കാണാനും പറയും. പറയാം മാഡം. ഇക്കാര്യം തൽക്കാലം ആ കുട്ടി മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട. പോയിക്കോളും. വലിയൊരു കാര്യം മാഡം ചെയ്യുന്നേ. ആ കുട്ടിയുടെയും അവളുടെ അമ്മയുടെയും പ്രാർത്ഥന മാഡത്തിന് ഉണ്ടാവും. പോയിക്കോ. മാം, എന്താ ഇങ്ങനെ? കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ഹലോ. ആ ഗോപാലേട്ടാ, നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നു. എന്തു പറ്റി? നിന്നെ പണിയെന്ന് പറഞ്ഞു വിട്ടാ? അതല്ല, കൃഷ്ണമോളുടെ കാര്യം. മാഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചിരുന്നു. കൃഷ്ണയുടെ അമ്മയുടെ ഓപ്പറേഷനുള്ള പണം മാഡം തരാന്ന് പറഞ്ഞു. ആണോ? എന്റെ ഭഗവാനെ, സത്യമാണോടി? എത്രയും പെട്ടെന്ന് കൃഷ്ണമോളെ വിവരം അറിയിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞിരിക്ക. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. കേൾക്കുമ്പം കൃഷ്ണമോൾക്കും തങ്കത്തിനും സന്തോഷാവും. മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ മാത്രം ഇത് അറിയാൻ പാടുള്ളൂ, അവളുടെ അമ്മയോട് പറയാൻ പാടില്ലെന്ന്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. കാര്യങ്ങൾ ഓരോന്നായിട്ട് തെളിഞ്ഞു വരികയാണല്ലോ സുനന്ദേ. ഇനി ഇവരിൽ ആരാണ് രണ്ട് മക്കളെ പ്രസവിച്ചു എന്ന് മാത്രം അറിഞ്ഞാ മതി. ആ കണ്ടുപിടുത്തമൊക്കെ നമുക്ക് പിന്നെ നടത്താം. ഗോപാലേട്ടൻ പെട്ടെന്ന് കൃഷ്ണയെ വിളിക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാടി. ഓ, ആ പെങ്കൊച്ചന്റെ അലച്ചിനൊരു പരിഹാരമായല്ലോ. ഓക്കെ ഓക്കെ. എന്റെ ഈശ്വരാ. മോളെ, കുറച്ചുനേരം മമ്മിയെ കാണാണ്ടായപ്പോ വിഷമിച്ചോ? മമ്മിക്ക് കുറച്ച് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് സിനിച്ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു. സാരല്ല. ആ, ചിലപ്പോ ഇന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. എന്താ മോളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എല്ലാം അറിയുന്ന മമ്മി തന്നെയാണോ ചോദിക്കുന്നത്? മുമ്പൊക്കെ മമ്മി എന്നോട് പറയാറില്ലേ, ഒരു ചിന്തയും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നുവെന്ന്. ഇപ്പൊ ഏത് സമയവും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്താ മമ്മി എനിക്കിങ്ങനെ സംഭവിച്ചേ? എന്റെ സന്തോഷമൊക്കെ പെട്ടെന്നങ്ങ് ഇല്ലാണ്ടായി. ആര് പറഞ്ഞു സന്തോഷമൊക്കെ ഇല്ലണ്ടായെന്ന്? മമ്മി മോളുടെ അടുത്തുള്ളപ്പോഴാണോ സന്തോഷമൊക്കെ ഇല്ലണ്ടാവുന്നേ? നോക്ക്, ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ട് അവിടെ. ഞെട്ടാൻ തയ്യാറായിക്കോ. എന്ത് സർപ്രൈസ്? മമ്മി മോളെ അനുസരിക്കുന്നു. മോളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരും. മമ്മി? ആർക്കും ദോഷമില്ലാത്തൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് മമ്മി വിശദമായിട്ട് പറഞ്ഞുതരാം. അതെ, ഈ ടെൻഷനൊക്കെ മാറ്റിയിട്ടൊന്ന് ചിരിക്കുവോ? എന്റെ ആഗ്രഹം നടത്തി തരുന്ന മമ്മി എന്നോട് പറഞ്ഞ അതിന്റെ അർത്ഥം
നവീൻ എനിക്ക് നേടിത്തരുന്ന. എനിക്ക് ആ ഒരു വാക്ക് മതി മമ്മി. ഐ ആം ഓക്കെ. ശരി ഗോപാലമ്മ, ഞാൻ തൽക്കാലം അമ്മയോടൊന്നും പറയുന്നില്ല. കാശ് റെഡിയായ കാര്യം പറയട്ടെ. ആ അമ്മേ, നമുക്കിപ്പോ നല്ല കാലാണെന്ന് തോന്നുന്നു. നമുക്കെപ്പോഴാ നല്ല കാലം അല്ലാത്തത്? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അമ്മേ. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ കാശ് സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഓടി നടന്നിരുന്നേ? അമ്മയുടെ ഓപ്പറേഷന്റെ ബാക്കിയുള്ള പണത്തിന്. ഇപ്പതേ അതും ശരിയായില്ലേ? എവിടുന്ന് ശരിയായി? ശരിയായി എന്ന് പറഞ്ഞാ എന്റെ ഓട്ടം അവസാനിച്ചു എന്ന് അമ്മ മനസ്സിലാക്കിയാ മതി. നീ സത്യം പറ. മുമ്പ് നീ എന്റെ അടുത്തിരുന്ന് വൃക്ക വിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചോ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് എന്റെ 2 വൃക്കയും വേണം. എന്നാലല്ലേ നല്ല ആരോഗ്യത്തോടെ എന്റെ അമ്മയെ നോക്കാൻ പറ്റൂ. ഇത് വേറൊരു വഴിയാണമ്മേ. തിരിച്ചു കൊടുക്കേണ്ട കാശാണ്. പക്ഷെ കുറെ നാള് കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടുമ്പോ തിരിച്ചു കൊടുത്താ മതി. അങ്ങനെ ആരാ നിനക്കിപ്പോ ലക്ഷങ്ങൾ എടുത്ത് തന്നെ സഹായിക്കുന്നേ? എന്റെ കണക്കൂട്ടലിൽ ഇപ്പൊ എന്തായാലും അങ്ങനെ ആരുമില്ല. ആരാണെന്ന് നീ സത്യം പറ, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ അംബാനി ഇല്ലമ്മേ. ഏതംബാനി? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ. പുള്ളിക്കാരൻ കുറച്ചു മുന്നേ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, തങ്കേച്ചിക്ക് സുഖമില്ലാത്ത കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കാശ് ഞാൻ തരില്ലേ എന്നൊക്കെ. ഉടനെ തന്നെ കാശ് തരാന്നും പറഞ്ഞോട്ടോ. ദേ, വയ്യാന്നൊന്നും ഞാൻ നോക്കുകയല്ല, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അംബാനി വിളിച്ചു പോലും. അമ്മയുടെ മോള് നല്ല വഴിക്കല്ലാതെ പോവില്ലെന്ന് അറിഞ്ഞൂടെ? സിറ്റിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട വലിയൊരു മനുഷ്യനമ്മേ. അവസ്ഥയൊക്കെ കേട്ടപ്പോ സഹായിക്കാന്ന് പറഞ്ഞു. അത്ര തന്നെ. ആ സാറിന് മക്കളൊന്നുമില്ല. അങ്ങനെ തോന്നിയ സ്നേഹ. നീ ഓരോന്ന് വന്ന് പറയ, ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിക്കുക. ദേ, ഇനി ഞാൻ കള്ളം പറയാന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇങ്ങോട്ട് മാറി. ഇതങ്ങോട്ട് കൊണ്ടുപോയി കഴിച്ചേ, ഉഷാറാവട്ടെ. എന്റെ അമ്മ, ഇന്ന് എത്ര സന്തോഷമുള്ള ദിവസാണ്. നമുക്ക് സന്തോഷം വന്നാ കേക്ക് വാങ്ങി മുറിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. എടുത്തു വിഴുങ്ങാൻ ദേ ഈ ഗുളികയുള്ളൂ. ഇന്നെനിക്ക് എന്തൊരു സന്തോഷമുള്ള ദിവസം എന്നറിയോ അമ്മേ? എന്റെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പോവാ. കഴിഞ്ഞ ജന്മത്തില് നീ എന്റെ അമ്മയായിരുന്നു എന്നാ തോന്നുന്നേ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നടക്കൂ? എല്ലാറ്റിലും അവഗണിച്ച ദൈവം ഒരു കാര്യത്തിൽ മാത്രം വാരിക്കോരി തന്നു. നിന്റെ കാര്യത്തിൽ. സത്യാണോ? ഒന്ന് പോടി അവിടുന്ന്.